കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീരയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് സവാളയും ഉപ്പും തേങ്ങയും കൂട്ടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. നമുക്കിനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകിടാം. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ചീര അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് കൊടുത്താൽ തീ കുറച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോര റെഡിയായിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി വെണ്ടയ്ക്കയിൽ ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ കുറച്ച് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. വെണ്ടയ്ക്കൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്യാം. അടുത്തത് ഇന്ന് അവിയലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന. അവിയലിന് കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞളും കൂടി ചേർത്ത് വേവിക്കാം. ഇതിനാവശ്യമായ ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം.
ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വിസിൽ വരുന്നത് നേരത്ത് വേവട്ടെ. ഇനി നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കൂട്ടി നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇതിനകത്ത് ഇത്തിരി തൈര് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങയും വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മിക്സ് ചെയ്തു. നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. അവിയലൊക്കെ നന്നായി റെഡിയായി വന്നിട്ട് നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കാം. അങ്ങനെ നമ്മൾ അവിയൽ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ഇടുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. ഇതൊന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല അവിയൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.